നമസ്കാരം. KSR ക്ലാസ്സുകളുടെ 7ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇൻക്രിമെന്റ് എന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. അഡ്വാൻസ് ഇൻക്രിമെന്റ് അഥവാ പ്രിമച്വർ ഇൻക്രിമെന്റ് എന്നതാണ് ചർച്ച ചെയ്യപ്പെടുന്ന ആദ്യത്തെ ടോപ്പിക്. എന്താണ് അഡ്വാൻസ് ഇൻക്രിമെന്റ് അഥവാ പ്രിമച്വർ ഇൻക്രിമെന്റ്? രണ്ടും ഒന്ന് തന്നെയാണ്. അഡ്വാൻസ് ഇൻക്രിമെന്റ് ഓർ പ്രിമച്വർ ഇൻക്രിമെന്റ്. എപ്പോഴാണ് ഒരു ഓഫീസർക്ക് അഡ്വാൻസ് ഇൻക്രിമെന്റ് ലഭിക്കുന്നത്? ആരാണ് അഡ്വാൻസ് ഇൻക്രിമെന്റ് സാങ്ഷൻ ചെയ്യാനുള്ള കോമ്പീറ്റന്റ് അതോറിറ്റി? ഇങ്ങനെ സാങ്ഷൻ ചെയ്യപ്പെടുന്ന അഡ്വാൻസ് ഇൻക്രിമെന്റ് ഫ്യൂച്ചർ ഇൻക്രിമെന്റ് സാങ്ഷൻ ഡേറ്റിനെ ബാധിക്കുമോ? ഈ 3 സിമ്പിൾ പോയിന്റ്സ് ആണ് ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഒരു ഓഫീസർക്ക് അഡ്വാൻസ് ഇൻക്രിമെന്റ് അഥവാ പ്രിമച്വർ ഇൻക്രിമെന്റ് എപ്പോൾ ലഭിക്കുന്നു? Or advance increment or premature increment is sanctioned to an officer as a recognition of his meritorious service. ഒരു ഓഫീസറുടെ മെറിറ്റോറിയസ് സർവീസ്, അത്രയും നല്ല രീതിയിലുള്ള ഒരു സർവീസ്, അത്രയും ആത്മാർത്ഥതയോട് കൂടിയുള്ള ഒരു സർവീസ്, ആ സർവീസിനുള്ള ഒരു റെക്കഗ്നീഷൻ, അതിൻ്റെ ഒരു അംഗീകാരമായി, അത് ചിലപ്പോൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ഷൻസ് ആയിരിക്കാം. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു പോലീസ് ഓഫീസറോ, ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസറോ വളരെ അഡ്വഞ്ചറസ് ആയി എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ട് ആർക്ക് വേണ്ടി? ഗവൺമെന്റിന് വേണ്ടി. അതായത് അവരുടെ ഡ്യൂട്ടിക്ക് വേണ്ടി, ഡ്യൂട്ടിക്കിടയിൽ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഒരു ജീവൻ രക്ഷിച്ചു. ഒരു ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ, പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ഒരു പിടികിട്ടാ പുള്ളിയെ ജീവൻ പണയപ്പെടുത്തി പോലും അദ്ദേഹം, ആ ഒരു പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള മെറിറ്റോറിയസ് ആയിട്ടുള്ള സർവീസ്, എടുത്തു പറയത്തക്ക സർവീസ്, ആ സർവീസിനുള്ള അംഗീകാരമായി ആണ് അഡ്വാൻസ് ഇൻക്രിമെന്റ് നൽകുന്നത്. ഇപ്പൊ ഈയിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ, ഈയിടെയല്ല 2 വർഷം മുന്നേ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എല്ലാ പാരാമെഡിക്കൽ സ്റ്റാഫിനും ഒരു അഡ്വാൻസ് ഇൻക്രിമെന്റ് അന്നത്തെ ഹെൽത്ത് മിനിസ്റ്റർ നൽകുകയുണ്ടായി. കാരണം നിപ വൈറസ് ബാധിച്ച് എല്ലാവരും അവരുടെ ഷെല്ലുകൾക്കുള്ളിലേക്ക്, അവരുടെ ഷെൽട്ടറുകൾക്കുള്ളിലേക്ക് ഒതുങ്ങിയ ആ കാലഘട്ടത്തിൽ ഈ പാരാമെഡിക്കൽ സ്റ്റാഫും ഹോസ്പിറ്റൽ സ്റ്റാഫ് എല്ലാവരും തന്നെ അവരുടെ ഡ്യൂട്ടി യാതൊരു മടിയും കൂടാതെ നിർവഹിക്കപ്പെട്ടു. അതിൻ്റെ ഒരു അംഗീകാരം എന്ന നിലയ്ക്ക് അവിടെ ഒരു അഡ്വാൻസ് ഇൻക്രിമെന്റ് അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ പാരാമെഡിക്കൽ ജീവനക്കാർക്കും നൽകിയുണ്ടായി. പേപ്പറിൽ വായിച്ചു കാണും. അപ്പൊ അത്തരത്തിൽ when an additional increment is given in recognition of a meritorious service, അതിനെയാണ് നമ്മൾ അഡ്വാൻസ് ഇൻക്രിമെന്റ് ഓർ പ്രിമച്വർ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഒരു ഓഫീസറെ അംഗീകരിക്കുക, അദ്ദേഹത്തിന്റെ മികച്ച പ്രവർത്തനത്തിലുള്ള അംഗീകാരം, ദാറ്റ് ഈസ് അഡ്വാൻസ് ഇൻക്രിമെന്റ്. അങ്ങനെ ഈ അഡ്വാൻസ് ഇൻക്രിമെന്റ് നൽകുമ്പോൾ ആരാണ് അതിന്റെ കോമ്പീറ്റന്റ് അതോറിറ്റി? ഹു ഈസ് ദ കോമ്പീറ്റന്റ് അതോറിറ്റി ടു സാങ്ഷൻ ആൻ അഡ്വാൻസ് ഇൻക്രിമെന്റ് ഓർ എ പ്രിമച്വർ ഇൻക്രിമെന്റ് ചോദിച്ചിട്ടുണ്ട്. അത് ഗവൺമെന്റ് ആണ്. ഹെഡ് ഓഫ് ദ ഓഫീസർ അല്ല, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ല, സെക്രട്ടറി അല്ല, മിനിസ്റ്റർ പോലും അല്ല. അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അഥവാ മന്ത്രിസഭയുടെ അംഗീകാരം വേണം അഡ്വാൻസ് ഇൻക്രിമെന്റ് സാങ്ഷൻ ചെയ്യണമെങ്കിൽ. അപ്പോൾ സാങ്ഷനിങ് അതോറിറ്റി ഈസ് ഗവൺമെന്റ് ഓർ എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അവരാണ് അതിന്റെ ഈ അഡ്വാൻസ് ഇൻക്രിമെന്റ് സാങ്ഷൻ ചെയ്യാനുള്ള അതോറിറ്റി. അപ്പോൾ അങ്ങനെ സാങ്ഷൻ ചെയ്യപ്പെടുന്ന അഡ്വാൻസ് ഇൻക്രിമെന്റ് ഫ്യൂച്ചർ ഇൻക്രിമെന്റിനെ ബാധിക്കുമോ? അതിനെ ബേസ് ചെയ്തിട്ടും ഒരു പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ്? ഒരു അഡ്വാൻസ് ഇൻക്രിമെന്റ് ആൻഡ് ഓഫീസേഴ്സ് normal increment date was 1/8/2022. 1/8/22 ആയിരുന്നു ഒരു ഓഫീസറുടെ നോർമൽ ഇൻക്രിമെന്റ് ഡേറ്റ്. He was given an advance increment as on 1/7/22. When would he get his next increment? 1/7 അദ്ദേഹത്തിന് ഒരു അഡ്വാൻസ് ഇൻക്രിമെന്റ് കൊടുത്തു. എന്നായിരിക്കും അദ്ദേഹത്തിന്റെ അടുത്ത ഇൻക്രിമെന്റ് ലഭിക്കുക? ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വന്നിരുന്നതാണ്. സാധാരണഗതിക്ക് 1/8/22 നോർമൽ ഇൻക്രിമെന്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഡേറ്റ് തന്നെ ലഭിക്കും. മീൻസ് ദ സാങ്ഷനിങ് ഓഫ്
an advance increment or a premature increment won't affect the sanctioning of future normal increments. അപ്പോൾ അഡ്വാൻസ് ഇൻക്രിമെന്റ് നോർമൽ ഫ്യൂച്ചർ ഇൻക്രിമെന്റുകളെ ബാധിക്കില്ല. ഇനി ഈ അഡ്വാൻസ് ഇൻക്രിമെന്റ് ചിലപ്പോൾ ക്യാഷ് അവാർഡായിട്ടും കൊടുക്കാം. അഡ്വാൻസ് ഇൻക്രിമെന്റിന് പകരം ഒരു റെക്കഗ്നീഷൻ, ഒരു ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചു. ഒരു മെറിറ്റോറിയസ് സർവീസിന് ഒരു ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചു. അപ്പോൾ അഡ്വാൻസ് ഇൻക്രിമെന്റ് കൊടുക്കുന്നില്ല, ഒരു ക്യാഷ് അവാർഡ്. ആ ക്യാഷ് അവാർഡിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഗസറ്റഡ് ഓഫീസേഴ്സ് ആർ നോട്ട് ബീയിങ് ഗിവൺ ഏത് ക്യാഷ് അവാർഡ്സ്. ഗസറ്റഡ് ഓഫീസേഴ്സിന് ക്യാഷ് അവാർഡ് നിലയ്ക്ക് ഒരു അംഗീകാരം നൽകില്ല. ചോദിച്ചത് ക്വസ്റ്റ്യൻ ആണ് ഒരു പ്രാവശ്യം. ഗസറ്റഡ് ഓഫീസേഴ്സിന് ക്യാഷ് അവാർഡ് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റും, പറ്റില്ല, ആസ് പെർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഓഫീസർ, ആസ് പെർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഹയർ അതോറിറ്റി എന്നൊക്കെ ഓപ്ഷൻസ് വരും. ഒരു ഡിസ്ക്രിപ്ഷനും ഇല്ല. ഒറ്റ ആൻസറേ ഉള്ളൂ, നോ. ഗസറ്റഡ് ഓഫീസേഴ്സ് ആർ നോട്ട് ബീങ് സാങ്ഷൻഡ് വിത്ത് recognition in the form of cash award. Cash award ആർക്ക് മാത്രമേ ഉള്ളൂ? നോൺ ഗസറ്റഡ് ഓഫീസേഴ്സിന് മാത്രമേ ക്യാഷ് അവാർഡ് രൂപത്തിൽ റെക്കഗ്നേഷൻ കൊടുക്കാൻ പാടുള്ളൂ. ഗസറ്റഡ് ഓഫീസേഴ്സിന് പാടില്ല. അവർക്ക് റെക്കഗ്നേഷൻ if they need or if they are in such a position to be recognized with the sanctioning of an increment or it should be in the form of an advance increment. അങ്ങനെ പാടുള്ളൂ. ക്യാഷ് അവാർഡായിട്ട് ഗസറ്റഡ് ഓഫീസറെ റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല. അതൊക്കെയാണ് ഈ പ്രിമച്വർ ഇൻക്രിമെന്റ് ഓർ അഡ്വാൻസ് ഇൻക്രിമെന്റ് എന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മിക്കാനുള്ളത്. ആരാണ്, ഏത് കണ്ടീഷനിലാണ് സാങ്ഷൻ ചെയ്യുന്നത്, ആരാണ് സാങ്ഷൻ ചെയ്യുന്നത്, അത് അങ്ങനെ സാങ്ഷൻ ചെയ്യപ്പെടുന്ന അഡ്വാൻസ് ഇൻക്രിമെന്റ് ഫ്യൂച്ചർ ഇൻക്രിമെന്റുകളെ ബാധിക്കുമോ, ക്യാഷ് അവാർഡ് എന്താണ്, ക്യാഷ് അവാർഡിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്താണ്, അതിന്റെ ഒരു എന്താ പറയുക വിവേചനം എന്താണ്. ഗസറ്റഡ് ഓഫീസേഴ്സിന് പാടില്ല, നോൺ ഗസറ്റഡ് ഓഫീസേഴ്സിനെ പാടുള്ളൂ. ഏത് ക്യാഷ് അവാർഡ്. അഡ്വാൻസ് ഇൻക്രിമെന്റ് രണ്ടുപേർക്കും ആവാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അഡ്വാൻസ് ഇൻക്രിമെന്റ് ഓർ പ്രിമച്വർ ഇൻക്രിമെന്റ്. ഇനി നമ്മൾ ഇൻക്രിമെന്റുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പോകുന്നത് ഇൻക്രിമെന്റ് ബാറിംഗ് ആണ്. ഇൻക്രിമെന്റ് ബാറിംഗ്. ഇൻക്രിമെന്റ് ബാറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രിമെന്റ് തടയുക, ബാർ ചെയ്യുക, തടയുക. എന്തിന് തടയുന്നു? ആസ് എ ഫോം ഓഫ് പണിഷ്മെന്റ്. എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അതിനുള്ള ഒരു പണിഷ്മെന്റ് ആയിട്ട് യുവർ ഇൻക്രിമെന്റ് മേ ബി ബാർഡ്. ഈ ഇൻക്രിമെന്റ് ബാറിംഗ് ഈസ് ഓഫ് ടു ടൈപ്സ്. രണ്ട് തരത്തിലുള്ള ഇൻക്രിമെന്റ് ബാറിംഗ് ഉണ്ട്. വൺ ഈസ് നോൺ ക്യുമുലേറ്റീവ് ബാറിംഗ് ഓർ ടെമ്പററി ബാറിംഗ് ആൻഡ് സെക്കൻഡ് ഈസ് ക്യുമുലേറ്റീവ് ബാറിംഗ് ഓർ പെർമനന്റ് ബാറിംഗ്. ഇതാണ് ഇൻക്രിമെന്റ് ബാറിംഗ്. രണ്ട് തരത്തിലുള്ള ഇൻക്രിമെന്റ് ബാറിംഗ്, ക്യുമുലേറ്റീവ് ബാറിംഗ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ് ബാറിംഗ്. ക്യുമുലേറ്റീവ് ബാറിംഗിനെ പെർമനന്റ് ബാറിംഗ് എന്ന് പറയും, നോൺ ക്യുമുലേറ്റീവ് ബാറിംഗിനെ ടെമ്പററി ബാറിംഗ് എന്ന് പറയും. നമുക്ക് ഓരോന്നും വിശദമായി പഠിക്കാം. വാട്ട് ഈസ് നോൺ ക്യുമുലേറ്റീവ് ബാറിംഗ് ഓർ ടെമ്പററി ബാറിംഗ്? അത് സാധാരണയായി കണക്കാക്കപ്പെടുന്നത് ഒരു മൈനർ പണിഷ്മെന്റ് ആയിട്ടാണ്. ചെറിയ ഒരു ശിക്ഷാ നടപടി ഫോർ മൈനർ ഒഫൻസസ്. അതിനാണ് ഈ നോൺ ക്യുമുലേറ്റീവ് ബാറിംഗ് കൊടുക്കുന്നത്. ആ ശിക്ഷാവിധിക്ക് ഒരു മിനിമം പീരീഡ് ഉണ്ട്, ഒരു മാക്സിമം പീരീഡ് ഉണ്ട്. Minimum period of non-cumulative barring is 3 months and maximum period is 3 years. അതാണ് ഏറ്റവും മിനിമം ടെമ്പററി ബാറിംഗ്. ഒരു ഉദ്യോഗസ്ഥന്റെ മീതെ അടിച്ചേൽപ്പിക്കുകയല്ല, പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ മിനിമം ഡ്യൂറേഷൻ ഓഫ് പണിഷ്മെന്റ് ഈസ് 3 months ആൻഡ് മാക്സിമം 3 വർഷം. 3 വർഷത്തിൽ കൂടുതൽ ഇൻക്രിമെന്റ് ബാർ ചെയ്യാൻ പാടില്ല. സോ ദാറ്റ് ഈസ് അബൌട്ട് non-cumulative barring. Non-cumulative barring. അപ്പോൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ്? ഇൻക്രിമെന്റ് ബാറിങ്ങിന്റെ പീരിയഡ് കഴിഞ്ഞാൽ ആ പീരിയഡിൽ ഉള്ള ഇൻക്രിമെന്റ് പിടിച്ചു വെച്ച ഇൻക്രിമെന്റ് തിരിച്ചു കിട്ടില്ല. അത് കഴിഞ്ഞാൽ എത്രയാണോ ഇൻക്രിമെന്റ് ബാർ ചെയ്തിരുന്നത് അത് ചേർത്ത് അടുത്ത മാസം തൊട്ട് ശമ്പളം കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു ഓഫീസറുടെ ഇൻക്രിമെന്റ് 1/7/20 തൊട്ട് ഒരു ഓഫീസറുടെ ഇൻക്രിമെന്റ് ബാർ ചെയ്തു. 2000 രൂപയാണ് ഇൻക്രിമെന്റ് എന്ന് വിചാരിച്ചോളൂ. 1/7/20 തൊട്ട് ഒരു ഓഫീസറുടെ ഇൻക്രിമെന്റ് 2000 രൂപ വെച്ച് വാങ്ങിക്കുന്ന ഇൻക്രിമെന്റ് ഒരു വർഷത്തേക്ക് ബാർ ചെയ്തു. അപ്പോൾ 1/7/20 അദ്ദേഹത്തിന് ലഭിക്കേണ്ട 2000 രൂപയുടെ വർധനവ് ഉണ്ടാവില്ല.
അദ്ദേഹം 40,000 രൂപയാണ് ശമ്പളം വാങ്ങിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ 1/7/20 2,000 രൂപയുടെ ഇൻക്രിമെന്റും കൂടി ചേർത്ത് 42,000 രൂപ അദ്ദേഹത്തിന്റെ ബേസിക് പേ വരേണ്ടതായിരുന്നു. ബട്ട് ഇറ്റ് റിമെയിൻസ് ആസ് 40,000 ഓൺലി ബിക്കോസ് ദ ഇൻക്രിമെന്റ് വാസ് ബാർഡ് ആൻഡ് ഹി ഈസ് നോട്ട് എലിജിബിൾ ഫോർ ദാറ്റ് ഇൻക്രിമെന്റ് ആസ് ഓൺ 1/7/20. അർഹനല്ല. And 1 year, after 1 year means 1/7/21. 1/7/21 എത്തിയപ്പോ അപ്പൊ 1/7/20 തൊട്ട് അപ് ടു 30/6/2021 വരെ 1/7/2000 തൊട്ട് 30/6/2021 വരെ അദ്ദേഹത്തിന് എന്തില്ല, ആ ഇൻക്രിമെന്റ് കിട്ടിയില്ല. അതായത് മന്ത്ലി 2,000 റുപ്പീസ് വെച്ച് അദ്ദേഹത്തിന് നഷ്ടം വന്നുകൊണ്ടിരുന്നു. 12 മാസം ഇൻറ്റു 2,000 24,000 ആണ് അദ്ദേഹത്തിന് ആ ഇൻക്രിമെന്റ് ബാറിംഗ് കൊണ്ടുണ്ടായ സാമ്പത്തിക നഷ്ടം. പക്ഷേ 1/7/21 പ്രത്യേകത 1/7/21 അദ്ദേഹം ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നു. ശിക്ഷയുടെ കാലാവധിയിൽ നിന്നും പുറത്തു വന്നു. അപ്പൊ 1/7/21 അദ്ദേഹത്തിന് എത്ര ഇൻക്രിമെന്റ് ബെനിഫിറ്റ് ഉണ്ടാവും? 1/7/21 അദ്ദേഹത്തിന് തടഞ്ഞു വെക്കപ്പെട്ട 2,000 രൂപയും 1/7/21 മുതൽ നൽകും. 1/7/21 നൽകേണ്ടിയിരുന്ന നോർമൽ ഇൻക്രിമെന്റും 1/7/21 തൊട്ട് തന്നെ നൽകും. അപ്പോ 40,000 എന്നുള്ളത് 44,000 ആയിട്ട് മാറും 1/7/21. അതായത് ഇൻക്രിമെന്റ് ബാർ ചെയ്ത ആ എഫക്റ്റ് ആ ബാറിംഗ് പീരീഡിൽ മാത്രമേ നിലനിന്നുള്ളൂ. ശേഷം ബാറിംഗ് പീരീഡ് കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു അവസ്ഥയേ ഇല്ല. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതാണ് നോൺ ക്യുമുലേറ്റീവ് ഇൻക്രിമെന്റ് ബാറിംഗ്. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? ദ ലോസ്, മോണിറ്ററി ലോസ് is only during the period of barring, during the period of increment barring. അത് കഴിഞ്ഞാൽ it won't create any effect in the total salary of the officer. Okay, ഇനി cumulative barring, അത് കുറച്ചുകൂടി സിവിയർ പണിഷ്മെന്റ് ആണ് ക്യുമുലേറ്റീവ് ബാറിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ കുറച്ചുകൂടി സിവിയർ ഒഫൻസസിന് കൊടുക്കുന്നതാണ് ക്യുമുലേറ്റീവ് ബാറിംഗ് ഓഫ് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ. ഈ ക്യുമുലേറ്റീവ് ബാറിംഗ് ഓഫ് ഇൻക്രിമെന്റ് പ്രത്യേകത എന്താണ്? ക്യുമുലേറ്റീവ് ബാറിംഗ് ഓഫ് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ അത് മിനിമം 1 ഇയർ ആണ്. നേരത്തെ മിനിമം 3 months ആയിരുന്നു, ഇവിടെ അത് മിനിമം 1 ഇയർ ആണ്. മാക്സിമം രണ്ടും സെയിം ആണ്. ഏത്? നോൺ ക്യുമുലേറ്റീവ് ബാറിംഗിന്റെയും മാക്സിമം പീരീഡ് 3 years ആണ്, ക്യുമുലേറ്റീവ് ബാറിംഗിന്റെയും മാക്സിമം പീരീഡ് 3 years ആണ്. വ്യത്യാസമില്ല, മാക്സിമത്തിൽ വ്യത്യാസമില്ല. ഇൻ ദ കേസ് ഓഫ് മിനിമം, ക്യുമുലേറ്റീവ് ബാറിംഗ് ഈസ് മിനിമം ഈസ് for 1 year, whereas non-cumulative barring the minimum period is 3 months. അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇത് മിനിമത്തിന്റെ കാര്യത്തിൽ മാത്രം. ഇനി ഇൻക്രിമെന്റ് റെസ്റ്റോർ ചെയ്യുന്ന കാര്യത്തിലാണ് ഏറ്റവും വലിയ വ്യത്യാസം കിടക്കുന്നത്. ഇൻക്രിമെന്റ് റെസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പിടിച്ചു വെച്ച ഇൻക്രിമെന്റ് ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ കൊടുക്കുമോ? കൊടുക്കില്ല. അത് ഇറ്റ് ഈസ് taken away from the salary of the officer for ever and ever. It won't be going to restore into his salary even after the punishment period. അതായത് ഇപ്പൊ ഈ കേസ് നോക്കുക, 1/7/20 2,000 രൂപ ഇൻക്രിമെന്റ് വാങ്ങേണ്ടത് ക്യുമുലേറ്റീവ് എഫക്റ്റ് പ്രകാരം ബാൻ ചെയ്തു നിൽക്കുക, ബാർ ചെയ്തു നിൽക്കുക. ക്യുമുലേറ്റീവ് എഫക്റ്റ് പ്രകാരം 1/7/2000 ഒരു ഓഫീസറുടെ ഇൻക്രിമെന്റ് ബാർ ചെയ്തു. 1 വർഷം തന്നെ എന്ന് വിചാരിക്കുക, 1 വർഷം ബാർ ചെയ്തു. അങ്ങനെ 1 വർഷം ബാർ ചെയ്തു. ആ 1 വർഷം കഴിഞ്ഞു. 1/7/20 തൊട്ട് 1 വർഷം അവസാനിക്കുക എന്നാണ് 30/6/21 അവസാനിച്ചു. ശിക്ഷാ കാലാവധി കഴിഞ്ഞു. അപ്പൊ വീണ്ടും 1/7/21 വന്നു. 1/7/21 വന്നാൽ നേരത്തെ കണ്ട മാതിരി 2 ഇൻക്രിമെന്റുകൾ അവിടെ കൊടുക്കില്ല. അന്ന് കിട്ടേണ്ട ഒരു ഇൻക്രിമെന്റേ കൊടുക്കുള്ളൂ. 1/7/21 ഒരു ഇൻക്രിമെന്റ് നോർമലി കിട്ടണമല്ലോ, ആ ഇൻക്രിമെന്റേ കൊടുക്കുള്ളൂ. അതായത് 40,000 എന്നുള്ളത് 42,000 ആകുള്ളൂ. ഈ 1/7/20 പിടിച്ചു വെച്ച ഇൻക്രിമെന്റ്, അതാണ് പെർമനന്റ് ബാറിംഗ് എന്ന് പറഞ്ഞത്. അത് പിടിച്ചു വെച്ചു, അത് ഇനി ഒരിക്കലും കിട്ടില്ല. നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിലോ ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കുമായിരുന്നു.
അതുകൊണ്ടാണ് 1/7/21 2 ഇൻക്രിമെന്റ് ബെനിഫിറ്റ് കിട്ടിയത്. അപ്പൊ നഷ്ടം ആ പീരീഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ ഇൻക്രിമെന്റ് ബാർ ചെയ്ത ആ ടൈമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇൻക്രിമെന്റ് ബാർ ചെയ്ത ടൈം കഴിഞ്ഞിട്ടും ആ പിടിച്ചു വെക്കപ്പെട്ട ഇൻക്രിമെന്റ് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ടേംഡ് ആസ് പെർമനന്റ് ബാറിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ലോസ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ സർവീസ് ടൈമാണ്. എൻറ്റയർ സർവീസ് ടൈമാണ്. ആ 2000 രൂപയുടെ കുറവ് ഇറ്റ് വിൽ റിഫ്ലക്ട് ത്രൂ ഔട്ട് ദ സർവീസ്, ത്രൂ ഔട്ട് ഈ സർവീസ്. അപ്പൊ ചോദിക്കും, നെക്സ്റ്റ് ഒരു ഫിക്സേഷൻ വന്നാൽ ചിലപ്പോൾ മാറിക്കൊള്ളണമെന്നില്ല. കാരണം നെക്സ്റ്റ് ഒരു ഫിക്സേഷൻ വരുമ്പോൾ ബേസിക് പേ ആയി കണക്കാക്കുക, അപ്പ വാങ്ങിക്കുന്ന എമൗണ്ട് ആണ്. അതായത് ഈ ഇൻക്രിമെന്റ് ബാറിംഗിൽ അല്ലായിരുന്നെങ്കിൽ 2000 രൂപ കൂടി കൂടുതൽ കിട്ടുമായിരുന്നു പേ ഫിക്സ് ചെയ്യുന്ന സമയത്ത് പ്രൊമോഷൻ വരുമ്പോ. ഇപ്പൊ അതില്ല. ഒരു ഇൻക്രിമെന്റ് ബാർ ചെയ്തു, പെർമനന്റ് എഫക്റ്റിൽ ബാർ ചെയ്തു, അത് ഇനി കിട്ടാൻ പോകുന്നില്ല. 3 വർഷം കഴിഞ്ഞിട്ട് ആൾക്കൊരു പ്രൊമോഷൻ വരികയാണ്. ഇതേ ബേസിക് പേ വാങ്ങിയിരുന്ന ബാറിംഗ് എന്ന പണിഷ്മെന്റ് ലഭിക്കാത്ത മറ്റൊരു ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിന്റെ അതേ ബേസിക് പേ വാങ്ങിയിരുന്ന ആള്, രണ്ടുപേർക്കും ഒരേ ദിവസം പ്രൊമോഷൻ വന്നാൽ ഇദ്ദേഹത്തിന്റെ പ്രൊമോഷന് വേണ്ടി ഇദ്ദേഹത്തിന്റെ ബേസിക് പേ ഇൻ ദ ലോവർ ടൈം സ്കെയിൽ, നമ്മൾ ഫിക്സേഷൻ പഠിച്ചിട്ടുണ്ട്, ബേസിക് പേ ഇൻ ദ ലോവർ ടൈം സ്കെയിൽ 42,000 വെച്ച് കണക്ക് കൂട്ടുമ്പോ മറ്റേയാളുടെ 44,000 വെച്ചാ കണക്ക് കൂട്ടുക. ചിലപ്പോ അവിടെയും അതിന്റെ റിഫ്ലക്ഷൻ വന്നു വരാം, മിക്കവാറും വരും. അപ്പൊ അവിടെയും ഇവർ രണ്ടുപേരും തമ്മിൽ വ്യത്യാസം വരും. ഇവർ രണ്ടുപേരും ഈ ഇൻക്രിമെന്റ് ബാറിംഗ് എന്ന ഡേറ്റ് വരെ, ഒരാളുടെ ഇൻക്രിമെന്റ് എന്നാ 1/7/20 ബാർ ചെയ്തത്, അതുവരെ ഒരേ ടൈം സ്കെയിലിൽ ഒരേ പോസ്റ്റിൽ ഒരേ ബേസിക് പേ വാങ്ങി പോയിരുന്ന 2 ഓഫീസേഴ്സ് ആയിരുന്നു. അതിൽ ഒരാളുടെ ഇൻക്രിമെന്റ് ടെമ്പററി എഫക്റ്റിൽ ബാർ ചെയ്യുമ്പോൾ ആ ബാർ ചെയ്ത പീരീഡ് കഴിഞ്ഞാൽ വീണ്ടും രണ്ടുപേരും ഒരുമിച്ചായി. എന്നാൽ ക്യുമുലേറ്റീവ് എഫക്റ്റിൽ ബാർ ചെയ്ത് കഴിഞ്ഞാൽ എന്താവില്ല, പിന്നെ ഒരിക്കലും അവർ ഒരുമിച്ചാവില്ല. ബാറിംഗ് കിട്ടിയ ആള് എപ്പോഴും ഒരു സ്റ്റെപ്പ് പുറകിലാവും, മറ്റേ ആള് ഒരു സ്റ്റെപ്പ് മുന്നിലായിരിക്കും. അതാണ് ക്യുമുലേറ്റീവ് ബാറിംഗ്. വളരെയധികം സാമ്പത്തിക നഷ്ടം വരുത്തുന്ന ഒരു പണിഷ്മെന്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, സിവിയർ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. സിവിയർ പണിഷ്മെന്റ്. ഇനി നമുക്ക് ഇത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾ സ്ക്രീനിൽ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടാവും. ആ പ്രോബ്ലം ഒന്ന് വായിച്ചോളൂ. 2 ഓഫീസേഴ്സ് എ ആൻഡ് ബി drawing a basic pay of 37,000 with an annual increment of 1,000 from 1/5/16. Officer A is met with a non-cumulative increment barring from 1/5/17 for 2 years. 2 years ആണ്. What would be the basic pay of the officer A and B as on 1/5/17, 1/5/18 and 1/5/19? ഇത് പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ ഇൻക്രിമെന്റ് ബാറിംഗ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇട്ട് തന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വായിച്ചല്ലോ. നമുക്ക് നോക്കുക. ഓഫീസർ എ, ഓഫീസർ ബി രണ്ടുപേരെയും നമ്മൾ പ്രത്യേകം മാറ്റി നിർത്തി അവരുടെ ബേസിക് പേ എഴുതുന്നു. 1/5/16 ഓഫീസർ എയും ഓഫീസർ ബിയും വാങ്ങുന്ന ബേസിക് പേ എന്താണ്? 37,500 ആണ്. പ്രോബ്ലം നോക്കിക്കോളൂ. 1/5/16 ഓഫീസർ എയും ഓഫീസർ ബിയും എന്ത് ചെയ്യുന്നു? 37,500 രൂപ വെച്ച് പ്രതിമാസ ശമ്പളം വാങ്ങുന്നു. എന്നാൽ നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഡേറ്റിൽ, അതായത് 1/5/16 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻക്രിമെന്റ് 1/5/17 1/5/17 എത്തിയപ്പോ ഓഫീസർ എക്ക് ഒരു ബാറിംഗ് വന്നു, ഇൻക്രിമെന്റ് ബാറിംഗ്. എങ്ങനെ വന്നു? നോൺ ക്യുമുലേറ്റീവ് എഫക്റ്റിൽ വന്നു. എത്ര കാലത്തേക്ക് വന്നു? 2 വർഷത്തേക്ക് വന്നു. അങ്ങനെ 2 വർഷത്തേക്ക് ഇൻക്രിമെന്റ് ബാറിംഗ് വന്നാൽ 1/5/17 ലഭിക്കേണ്ട ഇൻക്രിമെന്റും ലഭിക്കില്ല, 1/5/18 ലഭിക്കേണ്ട ഇൻക്രിമെന്റും ലഭിക്കില്ല ഓഫീസർ എക്ക്. 1/5/16 വാങ്ങിച്ചിരുന്ന 37,500 രൂപ വെച്ച് തന്നെയാണ് 1/5/17 കണ്ടിന്യൂ ചെയ്യുന്നത്, 1/5/18 കണ്ടിന്യൂ ചെയ്യുന്നത്. ആര്? ഓഫീസർ എ. എന്നാൽ ഓഫീസർ ബിയിലേക്ക് വരുമ്പോഴോ അദ്ദേഹത്തിന് ഇൻക്രിമെന്റ് ബാറിംഗ് ഒന്നുമില്ല. അപ്പൊ 1/5/17 അദ്ദേഹത്തിന്റെ ബേസിക് പേ എത്ര രൂപ കൂടി? 1000 രൂപ കൂടി 38,500 ആയി. 1/5/18 വീണ്ടും 1000 രൂപ കൂടി 39,500 ആയി. 2 ഇയറിലും ഓരോ ഇൻക്രിമെന്റ് കിട്ടി. ഇനി അടുത്ത വർഷം 1/5/19
1519 എത്തിയപ്പോ ഓഫീസർ എയുടെ എന്ത് കഴിഞ്ഞു? ശിക്ഷാ കാലാവധി കഴിഞ്ഞിരുന്നു 1519. അപ്പൊ 1519 ആ ഓഫീസർ എക്ക് 1517 നൽകേണ്ടിയിരുന്ന 1000 രൂപ ഇൻക്രിമെന്റും 1518 നൽകേണ്ടിയിരുന്ന 1000 രൂപ ഇൻക്രിമെന്റും 1519 നൽകാനുള്ള 1000 രൂപ ഇൻക്രിമെന്റും ഈ 3 ഇൻക്രിമെന്റുകൾ കൂടി ഒരുമിച്ച് അദ്ദേഹത്തിന് 1519 നൽകും. 1519 മാത്രമാണേ കൊടുക്കുള്ളൂ. 1519 നൽകും. ഇൻക്രീസിംഗ് ഹിസ് ബേസിക് പേ ഫ്രം 37,500 to 40,500. 40,500 ഉയർന്നു. ഇനി ഓഫീസർ ബിയിലേക്ക് വന്നാലോ? ഓഫീസർ ബിയുടെ ബേസിക് പേയും 1519 അത് തന്നെയാണ് സാധാരണ ലഭിക്കുന്ന ഒരു ഇൻക്രിമെന്റ്. അദ്ദേഹം 39,500 വാങ്ങിച്ചിരുന്നത്. 39,500 കൂടെ ഒരു ഇൻക്രിമെന്റും കൂടി കൊടുത്ത് 40,500 ആക്കി. അപ്പൊ ഇൻക്രിമെന്റ് ബാറിങ്ങിന്റെ നോൺ ക്യുമുലേറ്റീവ് ഇൻക്രിമെന്റ് ബാറിങ്ങിന്റെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും ഒരേ ബേസിക് പേയിലേക്ക് എത്തും. അപ്പൊ ഇവിടെ ലോസ് എന്ന് പറഞ്ഞാൽ ഓൺലി ഡ്യൂറിങ് ദ ബാറിംഗ് പീരിയഡ്. എത്ര വർഷത്തേക്കാണോ എത്ര കാലത്തേക്കാണോ ഇൻക്രിമെന്റ് ബാർ ചെയ്തിട്ടുള്ളത് ആ ബാറിംഗ് പീരിയഡിൽ മാത്രമാണ് ഇവിടെ ലോസ് ഉണ്ടായിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഇവിടെ ചോദിക്കട്ടെ, എത്ര രൂപയാണ് ഓഫീസർ എക്ക് ലോസ് വന്നിട്ടുള്ളത്? ഓഫീസർ എക്ക് ഈ ഇൻക്രിമെന്റ് ബാറിന്റെ കൂടെ ബാർ കൊണ്ട് എത്ര രൂപയാണ് ലോസ് വന്നിട്ടുള്ളത്? ലോസ് വന്നിട്ടുള്ളത് നമുക്കറിയാം. ഒരു വർഷം ഫസ്റ്റ് ഇയറിൽ ഒരു 1517 ലഭിക്കേണ്ട ഇൻക്രിമെന്റ് 1517 തൊട്ട് അടുത്ത വർഷം വരെ ലഭിച്ചില്ല. അപ്പൊ ഒരു ഇൻക്രിമെന്റ് ഫസ്റ്റ് ഇയറിൽ ഒരു ഇൻക്രിമെന്റ് നഷ്ടപ്പെട്ടു. സെക്കൻഡ് ഇയറിലോ 1518 ഒരു ഇൻക്രിമെന്റും കൂടി നഷ്ടപ്പെട്ടു. ആ പോയിന്റ് ശ്രദ്ധിക്കണം. 1517 ബാറിംഗ് ആരംഭിച്ച വർഷത്തിൽ അപ്പൊ ലഭിക്കേണ്ട ഒരു ഇൻക്രിമെന്റ് ലഭിച്ചില്ല. ഓക്കെ, 1518 അന്ന് ലഭിക്കേണ്ട രണ്ടാമതൊരു ഇൻക്രിമെന്റും കൂടി നഷ്ടപ്പെട്ടു. അപ്പൊ സെക്കൻഡ് ഇയറിൽ പെർ മന്ത് അദ്ദേഹത്തിന്റെ ലോസ് 2 ഇൻക്രിമെന്റ് വീതമാണ്. ഫസ്റ്റ് ഇയറിലെ പെർ മന്ത് ലോസ് പെർ മന്ത് 1 ഇൻക്രിമെന്റ് ആണെങ്കിൽ സെക്കൻഡ് ഇയറിലെ പെർ മന്ത് ലോസ് പെർ മന്ത് 2 ഇൻക്രിമെന്റ്സ് ആണ്. അതായത് ഫസ്റ്റ് ഇയറിൽ പെർ മന്ത് 1000 രൂപ വെച്ച് നഷ്ടം സംഭവിച്ച ആൾക്ക് സെക്കൻഡ് ഇയറിൽ പെർ മന്ത് 2000 രൂപ വെച്ച് നഷ്ടം സംഭവിച്ചു. അപ്പൊ ആകെ ടോട്ടൽ ലോസ് എത്രയാണ്? ഫസ്റ്റ് ഇയറിൽ 1000 × 12 12,000. സെക്കൻഡ് ഇയറിൽ 2000 × 12 24,000. 24,000 പ്ലസ് 12,000 36,000. 36,000 ആണ് അദ്ദേഹത്തിന്റെ ടോട്ടൽ ലോസ്. ഏത് ഈ ഇൻക്രിമെന്റ് ബാർ പ്രകാരം 36,000 രൂപയേ ഉള്ളൂ ലോസ്. അതിപ്പോ ക്യുമുലേറ്റീവ് ആണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല. നമുക്ക് ക്യുമുലേറ്റീവ് ആയിട്ട് ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് ക്യുമുലേറ്റീവ് ആയിട്ടും ചെയ്തു നോക്കുക. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അവിടെ പോകുന്നില്ല. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താ വ്യത്യാസം? 1519 1517 ബാർ ചെയ്തിരിക്കുന്നു. ക്യുമുലേറ്റീവ് എഫക്റ്റില് സെയിം പ്രോബ്ലം ആണ്. അത് ക്യുമുലേറ്റീവിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തുന്നേ ഉള്ളൂ. അപ്പോ 1517 ഇൻക്രിമെന്റ് ഇല്ല. 2 വർഷത്തേക്ക് ആ ബാർ ചെയ്തിട്ടുള്ളത് ക്യുമുലേറ്റീവ് എഫക്ട് പ്രകാരം 17 കിട്ടില്ല, 1517 കിട്ടില്ല, 1518 കിട്ടില്ല. 2 വർഷം കഴിഞ്ഞു. 1519 ആകുമ്പോഴേക്കും 2 വർഷം കഴിഞ്ഞു. പക്ഷെ എന്താ വ്യത്യാസം? 1519 എത്തിക്കഴിഞ്ഞാൽ ഈ പിടിച്ചു വെച്ച 2 ഇൻക്രിമെന്റ് അപ്പോഴും കൊടുക്കില്ല. അപ്പൊ കൊടുക്കേണ്ടത് 1519 കൊടുക്കേണ്ടതായ ഒരു ഇൻക്രിമെന്റ് മാത്രമേ കൊടുക്കുള്ളൂ. ഓഫീസർ ബിക്ക് ആണെങ്കിലോ ഈ 1517 1518 ഓരോ ഇൻക്രിമെന്റുകൾ വന്നിരുന്നു, നോർമലായിട്ട് വന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ബേസിക് പേ 1519 ആവുമ്പോഴേക്കും 37,500 കൂടി 1517 ഒരു ഇൻക്രിമെന്റ്, 1518 ഒരു ഇൻക്രിമെന്റ്, 1519 ഒരു ഇൻക്രിമെന്റ്, 3 ഇൻക്രിമെന്റ് 1000 രൂപ വീതമുള്ള 3 ഇൻക്രിമെന്റ് കൂടിയിട്ട് 40,500 അദ്ദേഹത്തിന്റെ ഓഫീസർ എയുടെ ബേസിക് പേ വന്നു നിൽക്കുമ്പോ ഓഫീസർ ബിയുടെ ബേസിക് പേ 1517 നോ ഇൻക്രിമെന്റ് ബിക്കോസ് ഇൻക്രിമെന്റ് ഈസ് ബാർഡ്. 1518 ഇൻക്രിമെന്റ് വാസ് ബാർഡ് ആസ് പെർ ക്യുമുലേറ്റീവ് എഫക്ട്. So those 2 increments which are already banned is not going to sanction him on the even after the punishment period is over. അപ്പോ 1519 ഈ 17ലും 18ലും പിടിച്ചു വെച്ച ഇൻക്രിമെന്റ് കൊടുക്കില്ല. അന്നത്തെ ഇൻക്രിമെന്റ് മാത്രമേ കൊടുക്കുള്ളൂ. റൈസിംഗ് ഹിസ് പേ ഫ്രം 37,500 to 38,500 only, whereas the officer B who was drawing the same basic pay as officer A before the punishment period is now drawing 40,500, whereas officer A who is met with the cumulative barring of increment is drawing a basic pay of 38,500
2 increment difference is there between the 2 officers, and that will എന്താ പറയുക retain their until their or for the whole remaining time of their service. പെൻഷൻ ആവുന്നവരെ ആ വ്യത്യാസം തുടർന്നുകൊണ്ടിരിക്കും. ഒരു പ്രൊമോഷൻ ആയാലും ഫിക്സേഷൻ വരുമ്പോഴും ഈ വ്യത്യാസം അവിടെ റിഫ്ലക്ട് ചെയ്യും. പുതിയൊരു പേ റിവിഷൻ വന്നു, അവിടെയും പേ ഫിക്സേഷൻ വരുമ്പോൾ ബേസിക് പേ 2 കോടി 2 ബേസിക് പേ ആണ്, അത് വെച്ച് ഫിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതാ എന്താ പറയുക ഇതില് ഈ പേ റിവിഷന്റെ ഉത്തരവിനനുസരിച്ച് ചിലപ്പോൾ വീണ്ടും ഈക്വൽ ആയിക്കൊള്ളായില്ല, എങ്കിലും നമുക്ക് ഈ നഷ്ടം ആജീവനാന്തം സംഭവിക്കും എന്നാണ് തിയറിറ്റിക്കലി നമ്മൾ പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ ഭാഗ്യവശാൽ ചില പേ റിവിഷന്റെ ഉത്തരവിന്റെ പേ ഫിക്സേഷൻ രീതികളുടെ പ്രത്യേകത കൊണ്ട് ഇത് വാഷ് ഔട്ട് ചെയ്തു പോയി 2 കൂട്ടർക്കും ചിലപ്പോൾ ഒരേ ബേസിക് പേ വന്നു എന്ന് വരാം. അത് മിക്കവാറും ബിഗിനേഴ്സിനാണ് വരിക. ബിഗിനേഴ്സിനാണ് പേ റിവിഷൻ എളുപ്പത്തിൽ പറയണില്ല. പേ റിവിഷൻ കൂടുതൽ കൂട്ടി കുഴയ്ക്കുമ്പോൾ ആകെ പ്രശ്നമാവും. അപ്പൊ അത് വേണ്ട. ഇതാണ് ഇതിപ്പോ എന്താ മനസ്സിലാക്കിയത്? ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടതുള്ളൂ. എന്ത്? പേ ഇൻക്രിമെന്റ് ക്യുമുലേറ്റീവ് ബാറിങ്ങിലൂടെ ഇൻക്രിമെന്റ് ബാർ ചെയ്ത ഇൻക്രിമെന്റ് പിന്നെ ഒരിക്കലും കിട്ടില്ല. ആ ഡിഫറൻസ് അദ്ദേഹത്തിന്റെ ബേസിക് പേയിൽ സർവീസ് അവസാനം വരെ റിഫ്ലക്ട് ചെയ്യും. നേരെ മറിച്ച് നോൺ ക്യുമുലേറ്റീവ് എഫക്റ്റിലാണ് ബാർ ചെയ്യുന്നതെങ്കിൽ ആ പീരിയഡ് കഴിഞ്ഞാൽ ആ പിടിച്ചു വെച്ച ഇൻക്രിമെന്റ് തിരിച്ചു കൊടുക്കും. ഒരു ടെമ്പററി ആണത്, ടെമ്പററി ബാറിംഗ് ആണത്. നോൺ ക്യുമുലേറ്റീവ് ടെമ്പററി അല്ല, സോറി ക്യുമുലേറ്റീവ് ടെമ്പററി അല്ല, പെർമനന്റ് ബാറിംഗ് ആണ്. അപ്പോൾ കൂടുതൽ നഷ്ടം, ഒരുപാട് നഷ്ടം എത്രയാണെന്ന് കണക്കാക്കാൻ പറ്റില്ല കൃത്യമായിട്ട്. കാരണം അദ്ദേഹം എന്ന് സർവീസിൽ നിന്ന് പോകുന്നു, റിട്ടയർ ചെയ്യുന്നോ അന്ന് വരെ ആ നഷ്ടം അദ്ദേഹത്തിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ക്യുമുലേറ്റീവ് ബാറിങ്ങും നോൺ ക്യുമുലേറ്റീവ് ബാറിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഈ ഇൻക്രിമെന്റ് ബാറിങ്ങിലുള്ള ഒരു ഓഫീസർ റിട്ടയർ ചെയ്യുകയാണെങ്കിലോ ഇൻക്രിമെന്റ് ബാറിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിഫോർ കംപ്ലീറ്റിംഗ് ദ പണിഷ്മെന്റ് പീരിയഡ്, if an officer under orders of increment barring is retiring, ഒരു എക്സാമ്പിൾ പറയാം. 1/7/20 തൊട്ട് ഒരു ഓഫീസറുടെ ഇൻക്രിമെന്റ് ബാർ ചെയ്തു. 1/7/20 തൊട്ട് ഒരു ഓഫീസറുടെ ഇൻക്രിമെന്റ് ഒരു വർഷത്തേക്ക്, നമുക്ക് ഒരു വർഷത്തേക്ക് കണക്കാക്കുക, ഒരു വർഷത്തേക്ക് ബാർ ചെയ്തു. ഒരു വർഷത്തേക്ക് ബാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലെ 30/6/21 വരെയാണ് ബാറിംഗ് പീരിയഡ്. ബട്ട് the officer is due to retire on 31/12/2020. 31/12/2020 അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ പണിഷ്മെന്റ് 1/7/20 തൊട്ട് ഒരു വർഷത്തേക്ക് ഇൻക്രിമെന്റ് ബാറിംഗ് ആണ്. കാരണം അത്തരത്തിലുള്ള ശിക്ഷ കൊടുക്കാൻ മാത്രമുള്ള എന്തോ ഒഫൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സോ ഈസ് ഇൻക്രിമെന്റ് ഈസ് ബാർഡ് ഫോർ 1 ഇയർ. എങ്ങനെ? നമുക്ക് നോൺ ക്യുമുലേറ്റീവിന്റെ എക്സാമ്പിൾ ആദ്യം പറയാം. നോൺ ക്യുമുലേറ്റീവ് എഫക്റ്റ് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ് ഒരു വർഷത്തേക്ക് ബാർ ചെയ്തു. പക്ഷെ 6 മാസം കഴിഞ്ഞാൽ, അതായത് 1/7/20 തൊട്ടാണ് ഇൻക്രിമെന്റ് ബാർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോകുന്നത് 31/12/20 ഇൻക്രിമെന്റ് ബാർ ചെയ്തതോ ഒരു വർഷത്തേക്ക്. അടുത്ത വർഷം 30/6/21 വരെയുള്ള ഒരു പീരീഡിലേക്കാണ് ബാർ ചെയ്തിട്ടുള്ളത്. ആ ബാറിംഗ് പീരീഡിലെ 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം റിട്ടയർ ചെയ്യാം. അപ്പൊ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. റിട്ടയർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഈ പണിഷ്മെന്റ് ഇല്ലാതെ ആവുന്നില്ല. എന്താണോ ഈ ഇദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ് ബാറിംഗ് മൂലം ഇദ്ദേഹത്തിന് നഷ്ടപ്പെടേണ്ടിയിരുന്ന ക്യാഷ്, മോണിറ്ററി ലോസ് എന്താണോ അതിൽ എത്രയാണോ ഇദ്ദേഹം ഇൻക്രിമെന്റ് ബാറിങ്ങിലൂടെ സർക്കാരിലേക്ക് അടച്ചത്, ബാക്കി എമൗണ്ട് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിൽ നിന്നും ഈടാക്കും. അതായത് എങ്ങനെ കണക്കാക്കുക? അദ്ദേഹത്തിന്റെ ടോട്ടൽ ലോസ് എന്താണ്? ഒരു വർഷത്തെ ഇൻക്രിമെന്റ് ബാറിംഗ് ആണ്. ഒരു ഇൻക്രിമെന്റ് 2000 രൂപയാണ്. അപ്പൊ 1/7/20 തൊട്ട് 30/6/21 വരെ ഒരു വർഷക്കാലത്തേക്കാണ് അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ് ബാർ ചെയ്തത്. എങ്ങനെ? നോൺ ക്യുമുലേറ്റീവ് എഫക്റ്റില്. അപ്പൊ അദ്ദേഹത്തിന്റെ മൊത്തം ലോസ് എന്തായിരുന്നു? ഒരു മാസം 2000 രൂപ വെച്ച് ഒരു വർഷം.
12 × 2000 24,000 രൂപയാണ് ഈ ഇൻക്രിമെന്റ് ബാറിങ്ങിലൂടെ അദ്ദേഹം സർക്കാരിലേക്ക് അടയ്ക്കേണ്ട തുക. അങ്ങനെ അത് കണക്കാക്കാമല്ലോ നമുക്ക്. ഒരു വർഷം ഒരു മാസം അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഇൻക്രിമെന്റ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊടുത്തിട്ടില്ല. ഈ മാസം 2,000 രൂപ പിടിച്ചു, അടുത്ത മാസം 2,000 രൂപ റിക്കവർ ചെയ്തു. അതിന് ഈക്വലന്റ് ആണല്ലോ അല്ലേ? നിങ്ങളുടെ ഈ ഇൻക്രിമെന്റ് എമൗണ്ട് തരില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇൻക്രിമെന്റ് എമൗണ്ടിന് ഈക്വലന്റ് ആയിട്ടുള്ള തുക നിങ്ങളുടെ സാലറിയിൽ നിന്നും ഓരോ മാസവും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് 1/7/20 തൊട്ട് 2,000 രൂപയുടെ ഇൻക്രിമെന്റ് ഒരു വർഷത്തേക്ക് ബാൻ ചെയ്തു പറഞ്ഞാൽ 1/7/2000 തരുന്ന 2,000 രൂപ തരില്ല, അടുത്ത മാസം തരില്ല, അടുത്ത മാസം തരാൻ ഒരു വർഷക്കാലം തരില്ല. അങ്ങനെ തരാതിരിക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര രൂപ തരാതിരിക്കും? 24,000 രൂപ തരാതിരിക്കും. അതായത് നിങ്ങളുടെ മോണിറ്ററി ലോസ് എത്രയാണ്? 24,000 ആണ്. പക്ഷേ അത് മുഴുവൻ നടപ്പാക്കാൻ പറ്റിയില്ല. ആ ശിക്ഷാ കാലാവധി മുഴുവൻ നടപ്പാക്കാൻ പറ്റിയില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്തു. അപ്പൊ റിട്ടയർ ചെയ്യുന്ന 6 മാസം വരെ അദ്ദേഹം എത്ര രൂപ അദ്ദേഹത്തിന്റെ സാലറിയിൽ നിന്നും സർക്കാർ പിടിച്ചു? സർക്കാർ റിക്കവറി അതോറിറ്റി റിക്കവർ ചെയ്തു. 6 മാസമല്ലേ പിടിച്ചുള്ളൂ? 6 മാസം 2,000 രൂപ വെച്ച് പിടിച്ചു. അതായത് 7, 8, 9, 10, 11, 12 6 മാസം അദ്ദേഹത്തിന്റെ സാലറിയിൽ നിന്നും 2,000 രൂപ റിക്കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട 2,000 രൂപ എഗ്രിമെന്റ് കൊടുത്തില്ല. അപ്പോ 6 മാസം 12,000 രൂപ 12,000 രൂപ മാത്രമാണ് റിക്കവറി സംഭവിച്ചത്. ഇനിയും 12,000 രൂപ അദ്ദേഹം റിക്കവറി കൊടുക്കാനാണ്. അദ്ദേഹം റിട്ടയർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇനിയും 12,000 രൂപ സർക്കാരിലേക്ക് അടവാക്കേണ്ടതായിരുന്നു. അതിപ്പോ കഴിയാതെ അതിനു മുന്നേ അദ്ദേഹം റിട്ടയർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ആ പണിഷ്മെന്റിൽ ഒരു മാറ്റവും ഇല്ല. എന്ത് സംഭവിക്കും? ദ ബാലൻസ് എമൗണ്ട്, ദ അരിയർ എമൗണ്ട് which has to be recovered if the officer is still continuing in service shall be recovered from the pensionary benefits. അതാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണോ ബാക്കി വെച്ച് പോയത്, എത്ര രൂപയുടെ തിരിച്ചടവ് എന്ന് പറയാൻ പറ്റില്ല, എത്ര രൂപയുടെ റിക്കവറി ആണോ ബാക്കി വെച്ച് പോയത് അത് DCRGയിൽ നിന്നും റിക്കവർ ചെയ്യും. DCRGയിൽ നിന്നും ആ എമൗണ്ട് റിക്കവർ ചെയ്യും. ഏതില്? നോൺ ക്യുമുലേറ്റീവില് whatever be the amount stands as unrecovered. എന്തുകൊണ്ടാണ് unrecovered ആയത്? Because before the completion of the punishment period the officer has retired. അപ്പോൾ ഒരു ബാലൻസ് എമൗണ്ട് ഉണ്ടാവും. That balance amount shall be recovered from the DCRG. ആ ബാലൻസ് എമൗണ്ട് മാത്രം ഗ്രാറ്റുവിറ്റിന്ന് റിക്കവർ ചെയ്യണം. ഏതില്? നോൺ ക്യുമുലേറ്റീവിലാണെങ്കിൽ ഇതിന്റെ ശിക്ഷ കുറച്ചുകൂടി കഠിനമാണ്. ക്യുമുലേറ്റീവിലാണെങ്കിൽ ഇതേപോലെ തന്നെ ശിക്ഷാ കാലാവധി കഴിയുന്നതിന്റെ മുന്നേ റിട്ടയർ ചെയ്ത് പോവുകയാണെങ്കിൽ എന്താണോ ബാക്കി വെച്ച തുക അതിന്റെ 3 ഇരട്ടി 3 times of the balance amount has to be recovered from the DCRG gratuity. 3 ഇരട്ടി DCRGയിൽ നിന്ന് റിക്കവർ ചെയ്യണം. അപ്പൊ ഈ കേസിൽ ഇതൊരു ക്യുമുലേറ്റീവ് ബാറിംഗ് ആയിരുന്നെങ്കിൽ ബാക്കി വെച്ച തുക 12,000 ആയിരുന്നെങ്കിലും റിട്ടയർമെന്റിന് ശേഷം അടവാക്കേണ്ടി വരുന്ന തുക 12,000 ആയിരുന്നെങ്കിലും അതിന്റെ 3 ഇരട്ടി 36,000 രൂപ DCRGയിൽ നിന്ന് റിക്കവർ ചെയ്യും. അതാ പറഞ്ഞത്. എങ്ങനെയാണെങ്കിലും ഈ ക്യുമുലേറ്റീവ് ബാറിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സിവിയർ പണിഷ്മെന്റ് തന്നെയാണ്. റിട്ടയർ ചെയ്ത് പോയാലും അതിന്റെ എഫക്റ്റ് മാറില്ല. 3 ഇരട്ടിയാണ്. 3 times of the balance amount has to be recovered from DCRG. DCRG പറഞ്ഞാൽ എന്താ? ഗ്രാറ്റുവിറ്റി. അതിന്ന് റിക്കവർ ചെയ്യും. ഇതിന് എന്തായാലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. recoverable amount, what would be the amount recovered from DCRG? അവിടെ നിങ്ങളെ തെറ്റിക്കുന്ന ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അത് എക്സാമ്പിൾ ചെയ്ത് നോക്കൂ. എന്താണ് പോയിന്റ്? ഒരു വർഷമാണെങ്കിൽ ഒരു ഇൻക്രിമെന്റ് ലോസേ വരുന്നുള്ളൂ. പണിഷ്മെന്റ് സെക്കൻഡ് ഇയറിലേക്ക് കടന്നാൽ പെർ മന്ത് വരുന്ന ലോസ് 2 ഇൻക്രിമെന്റ്സ് ആണ്. പണിഷ്മെന്റ് തേർഡ് ഇയറിലേക്ക് കടന്നാൽ പെർ മന്ത് വരുന്ന ലോസ് 3 ഇൻക്രിമെന്റ്സ് ആണ്. അതും കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ ടോട്ടൽ ലോസ് കണക്കാക്കുമ്പോൾ അവിടെയാണ് തെറ്റുക. ഒരു മാസം 1,200 അല്ലെങ്കിൽ 2,000 രൂപ ഇൻക്രിമെന്റ് ആണ്, 3 വർഷത്തേക്ക് ബാർ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു മാസം 2,000 വെച്ച് 3 വർഷത്തേക്ക് എത്ര ലോസ് വരും എന്ന് കണക്കാക്കും. അത് പാടെ തെറ്റി. ഫസ്റ്റ് ഇയറിൽ മാത്രം 2,000 ലോസ്, സെക്കൻഡ് ഇയർ ലോസ് 4,000 ആണ്, തേർഡ് ഇയറിൽ ലോസ് 6,000 ആണ്. അങ്ങനെ വേണം ലോസ് കണക്കാക്കാൻ.
ഞാൻ 3 വർഷം പറഞ്ഞത് മാക്സിമം പീരീഡ് ആണ് 3 വർഷം. രണ്ടിൻ്റെയും ക്യുമുലേറ്റീവ് ബാറിങ്ങിൻ്റെയും നോൺ ക്യുമുലേറ്റീവ് ബാറിങ്ങിൻ്റെയും മാക്സിമം പീരീഡ് ആണ് 3 വർഷം. അത് വെച്ചിട്ടാണ് പറഞ്ഞത്. അത് 2 വർഷമാവാം, 1 വർഷമാവാം. നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിൽ 1.5 വർഷമാവാം. കാരണം അത് മിനിമം 1 ഇയർ കൊടുത്തോളന്നില്ല. 3 months ആവാം, 6 months ആവാം, അങ്ങനെ അതിന്റെ ഫ്രാക്ഷൻ വരാം. പക്ഷെ ക്യുമുലേറ്റീവ് ആണെങ്കിൽ മിനിമം 1 ഇയറും അതിന്റെ മൾട്ടിപ്പിൾസും ആണ്. 1 ഇയർ, 2 ഇയർ, 3 ഇയർ, മാക്സിമം 3 ഇയർ. അങ്ങനെയാണ് ഏതിന് ക്യുമുലേറ്റീവിന്. അപ്പൊ ലോസ് കണക്കാക്കുന്നിടത്താണ് ഇത്രയും എന്റെ പരിചയം വെച്ച് പറയാണ്. പലരും ഇതിൽ തെറ്റിക്കുന്നത് ഇതിന്റെ തിയറി, ഇതിന്റെ നിയമം അറിയാനായിട്ടല്ല. ഈ ലോസ് കണക്കാക്കുമ്പോൾ ഇങ്ങനെ ഒരു പോയിന്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റുപറ്റും. ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് 1 ഇൻക്രിമെന്റ് ലോസ്. ആ ശിക്ഷ സെക്കൻഡ് ഇയറിലേക്ക് നീണ്ടാൽ 2 ഇൻക്രിമെന്റ്സ് ആണ് പെർ മന്ത് ലോസ് വരുന്നത്. സെക്കൻഡ് ഇയർ തൊട്ട്, ഫസ്റ്റ് ഇയറിലല്ല, സെക്കൻഡ് ഇയർ തൊട്ട് പെർ മന്ത് ലോസ് 2 ഇൻക്രിമെന്റ്സ് ആണ്. തേർഡ് ഇയർ തൊട്ട് പെർ മന്ത് ലോസ് 3 ഇൻക്രിമെന്റ്സ് ആണ്. അങ്ങനെയാണ് അത് ലോസ് കണക്കാക്കേണ്ടത്. എന്നിട്ട് ക്യുമുലേറ്റീവ് ബാറിംഗ് ആണെങ്കിൽ എത്രയാണോ ബാലൻസ് വരുന്നത്, റിട്ടയർ ചെയ്തതിന് ശേഷം എത്രയാണോ ബാലൻസ് വരുന്നത് അതിന്റെ 3 ഇരട്ടി. നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിൽ എത്രയാണോ ബാലൻസ് വരുന്നത് അത് മാത്രം എവിടുന്ന് റിക്കവർ ചെയ്യണം? ഗ്രാറ്റുവിറ്റി, പെൻഷനറി ബെനിഫിറ്റ്സിൽ നിന്ന് റിക്കവർ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഇൻക്രിമെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. എന്തായാലും ഇൻക്രിമെന്റ് ചാപ്റ്റർ ഒന്നും പലപ്പോഴും 2, 3, 4 മാർക്കിന്റെ വരെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രൊബേഷൻ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ചെറിയ ചാപ്റ്റർ ആണെങ്കിലും 3, 4 മാർക്ക് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഈ ക്ലാസ്സുകൾ കേട്ടിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്വയം പ്രോബ്ലംസ്, അത് സ്വയം ചില എന്താ പറയുക കാര്യങ്ങളൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കിയെടുത്ത് ഇന്ന ഡേറ്റിൽ ജോയിൻ ചെയ്തു, ഇത്ര ലീവ് എടുത്ത് നിങ്ങൾ തന്നെ സ്വയം പ്രോബ്ലംസ് ഉണ്ടാക്കുക. എന്നിട്ട് അത് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ഇതുമായിട്ട് നിങ്ങൾക്ക് ഒരു ഒരു അടുപ്പം കിട്ടും. അതായത് ഈ ചാപ്റ്ററുമായിട്ട് കുറച്ചുകൂടി നിങ്ങൾ ഫ്രണ്ട്ലി ആവും. ഓക്കെ, അതാണ് ഇൻക്രിമെന്റുമായി ബന്ധപ്പെട്ട് 2 ഭാഗങ്ങളായിട്ടുള്ള ഈ ക്ലാസ്സുകളിൽ പറയാനുള്ളത്. താങ്ക് യു.